കുടിയേറ്റ മേഖലയായ കട്ടപ്പൂവം പ്രദേശത്തിൻ്റെ ആശാകേന്ദ്രമായിരിക്കുന്ന പരിശുദ്ധ യാക്കോബായ സുറിയാനി പള്ളിയുടെയും ദൈവമാതാവിൻ്റെ പരിശുദ്ധ സൂനോറോ സ്ഥാപനത്താൽ അനുഗ്രഹീതമായി തീർന്ന സൂബോറോ പള്ളിയുടെയും സംയുക്ത പെരുന്നാൾ 13, 14, 15 ഈ മാസത്തിൽ ആഘോഷിക്കുകയാണ്. ആ പെരുന്നാളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് കടന്നു വന്നത്. ഇത് ഒരു ദേശത്തിൻ്റെ പെരുന്നാളാണ്. നാനാജാതി മതസ്ഥരായിരിക്കുന്ന ആൾക്കാർ, ജാതി മത വർണ്ണ വ്യത്യാസമെന്നേ എല്ലാവരും വന്ന് അഭയം തേടുന്ന ഒരു പ്രദേശമാണ് ഈ യാക്കോബായ സുറിയാനി പള്ളി എന്ന് പറയുന്നത്. ആ പള്ളിയിലെ പെരുന്നാൾ ഈ മാസം 13, 14, 15 തീയതികളിൽ വിവിധ പരിപാടികളോടുകൂടി നടത്തപ്പെടുവാനായിട്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. 13-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, 6 മണിക്ക് പരിശുദ്ധ ദേവാലയത്തിലെ എല്ലാ ഭക്ത സംഘടനകളുടെയും അതുപോലെ യൂണിറ്റുകളുടെയും സംയുക്ത വാർഷികവും ആയിട്ടാണ് ക്രമീകരിക്കുന്നത്. 14-ാം തീയതി കാലത്ത് അഭിവന്ധ്യ തോമസ് മോർ അലക്സാന്ദ്രോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും, 14-ാം തീയതി വൈകുന്നേരം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി വലിയ പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് ഭക്തിസാന്ദ്രമായ റാസയും, 15-ാം തീയതി കാലത്ത് യാക്കോബായ സുറിയാനി വലിയ പള്ളിയിൽ വെച്ച് വിശുദ്ധ കുർബാനയും 3 മേൽ കുർബാനയുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. റവറന്റ് ഫാദർ സജു പി മാത്യു ആണ് 2026 ജനുവരി 15-ാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഈ പള്ളിയുടെ ചരിത്രത്തില് വലിയ പെരുന്നാൾ എന്നാണ് പ്രധാന പെരുന്നാൾ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ജനുവരി 14, 15 തീയതിയിൽ നടത്തപ്പെടുന്ന വലിയ പള്ളിയിലെ പെരുന്നാളാണ്. 1952 സ്ഥാപിതമായിരിക്കുന്ന ഈ പള്ളിയിലെ പ്രധാന പെരുന്നാളാണ് ഇത്. ഈ പെരുന്നാളില് ആവാലവൃത്ത ജനങ്ങളും എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ സഹകരിച്ച് എല്ലാ വർഷവും വൻ വിജയപ്രദമാക്കി തീർത്തിട്ടുണ്ട്. ഈ വർഷവും അതുപോലെ വിജയമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരെയും ഞങ്ങൾ ആ പെരുന്നാളിലേക്ക് ഹാർദവമായി ക്ഷണിച്ചു കൊടുക്കുന്നു. പതിനാലാം തീയതി 13-ാം തീയതി വൈകിട്ട് ഭക്തസംഘടനകളുടെ വാർഷികമുണ്ട്. അത് കഴിഞ്ഞ് സ്നേഹവിരുന്ന് വരുന്ന എല്ലാവർക്കുമുള്ള സദ്യയുണ്ട്, അത് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ 14-ാം തീയതി വൈകിട്ട് സംയുക്ത വാർഷികം, 13-ാം തീയതി, 14-ാം തീയതി വൈകിട്ട് പ്രദക്ഷിണം, ആഘോഷപൂർവമായ റാസ പള്ളിയിൽ നിന്ന് കുണ്ടുകാട് കുരിശിലേക്ക്. അത് കഴിഞ്ഞാൽ അവിടെ വൈകിട്ട് 8 മണിക്ക്, അത് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും നേർച്ച സദ്യയുണ്ട്, നേർച്ച കൊടുക്കുന്നതാണ്. ശേഷം പള്ളിയിൽ വന്ന വാദ്യമേളകളും ആകാശവിസ്മയവും ഒരുക്കുന്നുണ്ട്. വലിയ പള്ളി 13, 14 സുബോറ പള്ളി, 14, 15 സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി. പള്ളിയെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മൾ പല്ലുപള്ളി എന്ന് ഉദ്ദേശിച്ചത്. ഇതാണ് 14, 15. ഇത് ഈ പള്ളിക്കല്ല, കുരിശിങ്ങാട് കുരിശിങ്ങിലേക്ക് പോവാം. 2 കിലോമീറ്റർ അടുത്ത് കുരിശിങ്ങിലേക്ക് പോവാം. ഇതാണ് 13, 14 നടക്കുന്നത്. 14, 15 നടക്കുന്നത് ഈ പള്ളിയിലാണ്. ഇവിടെ നിന്ന് കുണ്ടുകാട് കുരിശിങ്ങിലേക്കാണ് വെക്കുന്നത്. 5 കുരിശികളുടെ ഫോട്ടോ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുണ്ടുകാട് കുരിശിങ്ങിലേക്കാണ് പോവുക.
വികാരി ഫാദർ, പേര് സെക്രട്ടറി വികാരി ഫാദർ ജേക്കബ് കക്കാട്ടി, സഹവികാരി സഹവികാരി ഫാദർ ആൻഡ്രൂസ് അന്ത്രയോസ്. ഫസ്റ്റ് പേജിൽ തന്നെ ഇട്ടത്. അന്ത്രയോസ് കുനമാമുട്ടി, ട്രസ്റ്റി ശ്രീ ബേബി ബേബി വേളൂക്കര, വെളുക്കര, ജോയിന്റ് ട്രസ്റ്റി ലിജു അരിക്കൽകുടി, സെക്രട്ടറി ബേബി കോടിയേരി. ഞാൻ അത്രേ ഉള്ളൂ. എല്ലാവർക്കും അങ്ങ് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.